ഇത് വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ പൊട്ടുകടലയുടെ കറിയുടെ റെസിപ്പിയാണ്. ഇതിൽ അധികം പച്ചക്കറികളൊന്നും തന്നെ വേണ്ട, സവാളയും തക്കാളിയും മാത്രം മതി. വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കറി. ദോശയ്ക്കും ഇഡലിക്കും മസാല ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. ഇതിൽ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്, അവസാനം വേറൊരു പൊടി കൂടെ ചേർത്തുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനൊന്ന് ശ്രമിക്കണേ. ഇനി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കണ്ടേ. ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്, ഏതെങ്കിലും എണ്ണ ഒഴിക്കാമേ. ഇതിനകത്ത് കടുകിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി 2 മീഡിയം സൈസ് സവാളയാണ്, അത് നീളത്തിൽ അരിഞ്ഞ് ചേർക്കണം, കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം, ഒരുപാടൊന്നും വഴറ്റണ്ട, എന്നാൽ ഒട്ട് ആ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരികയും വേണം. ഇതിലിപ്പോൾ ഉപ്പ് ചേർക്കണ്ട. ഇനി തക്കാളി ചേർക്കുന്നുണ്ട്, തക്കാളി ചേർക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താൽ മതി. ഇത് പെട്ടെന്ന് വാടി കിട്ടിക്കോളും, കനം കുറഞ്ഞ്. ഇത് നീളത്തിലാണ് അരിയേണ്ടത്. ആ കറിക്കകത്ത് ഇങ്ങനെ നീളത്തിൽ സവാള കിടക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്, അതുകൊണ്ട് നീളത്തിൽ അരിഞ്ഞ് തന്നെ ചേർക്കുക. ഇതാ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടല്ലോ. ഇനി ഇതിൽ ഏറെ പച്ചമുളക് ചേർക്കണം, 5 or 6 പച്ചമുളക് ചേർക്കുക. കൂടെ കുറേയേറെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയൂടെ ചേർക്കുക. ഇനി ഇത് കുറച്ച് സെക്കൻഡ് നേരത്തേനൊന്ന് വഴറ്റിയെടുക്കണം. ആ കറിവേപ്പിലയും പച്ചമുളകും നല്ലവണ്ണം ഒന്ന് ചൂടാകണം, നല്ലൊരു സ്മെല്ല് ആ സമയത്ത് വരും. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1-2 പച്ചമുളകിൻ്റെ അകത്തെ കുരു അങ്ങ് മാറ്റിയിട്ട് ചേർക്കുക. ഇവിടെ പച്ചമുളക് ഈ ഒരു കറിക്ക് കുറച്ചേറെയായിട്ട് ചേർത്തിരിക്കണം. ഇതൊരു 30-40 സെക്കൻഡ് ആയിട്ടുണ്ട്. നല്ലവണ്ണം ആ പച്ചമുളകൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് തക്കാളിയാണ്. 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, 3 വലിയ തക്കാളി ചേർക്കുക. നല്ല പഴുത്ത തക്കാളി ചേർക്കണം, അത് ഞാൻ നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഈ കറിക്ക് ഒരു മഞ്ഞ കളറാണ് വേണ്ടിയത്. കുറച്ച് ഉപ്പുകൂടി ചേർക്കുക. ഇനി ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് കുഴയേണ്ട ആവശ്യമില്ല. അത് തക്കാളിയുടെ തൊലിയൊക്കെ ഉണ്ടല്ലോ, ഒന്ന് അടർന്ന് വരുന്ന ഒരു പരുവുണ്ട്, ആ പച്ച ടേസ്റ്റ് മാറിയിട്ട് ആ ഒരു പരുവം വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഉപ്പ് നല്ലോണം ഒന്ന് തക്കാളിയിൽ മിക്സ് ആയതിന് ശേഷം നല്ലോണം തട്ടിപ്പൊത്തി വെച്ചൊന്ന് മൂടി വെച്ചാൽ മതി. കുറഞ്ഞ തീയിലിടണമെന്ന് മാത്രം, പെട്ടെന്ന് അത് വാടി കിട്ടിക്കോളും. നന്നായിട്ട് തീ കുറച്ച് വെക്കണം, പ്രത്യേകിച്ച് കട്ടി കുറവുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ തീ നല്ലവണ്ണം കുറച്ച് വെക്കണം. ഞാനിവിടെ വാളംപുളിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. പുളിയുള്ള തക്കാളി, റൗണ്ട് ഷേപ്പിലെ നാടൻ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടിയൊന്ന് വെച്ചിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലവണ്ണം വാടി ആ തൊലിയൊക്കെ ഒന്ന് തക്കാളിയുടെ ഒന്ന് തെന്നി മാറുമല്ലോ വെന്തിട്ട്, ആ ഒരു പരുവം മതി. അതായിട്ടുണ്ട്. ഇനി ഇതിൽ പൊടി ചേർക്കണം. ഞാനിവിടെ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്. 1.25 സ്പൂണോളം സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. അളവ് കണ്ടല്ലോ കൃത്യമായിട്ട്. ഇനി തീ നല്ലവണ്ണം കുറച്ചിട്ടതിന് ശേഷം നല്ലവണ്ണം ഇതൊന്ന് പൊടി ചൂടാവട്ടെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ചേർക്കണം. ഈ ഒരളവിന് ഞാൻ 2.5 ഗ്ലാസ് വെള്ളമാണ് മൊത്തത്തിൽ ചേർക്കുന്നത്. അതിൽ 2 ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ്. നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന നീളമുള്ള ഗ്ലാസ് ഉണ്ടല്ലോ, അതിൽ 2 ഗ്ലാസ് ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ ഉപ്പ് പാകമല്ല, ഇനി പാകത്തിന് ചേർക്കാനായിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേരാനായിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് വെട്ടി തിളയ്ക്കട്ടെ. ഇനി ഒരു പൊടി ചേർക്കാനുണ്ട്, ആ പൊടി തയ്യാറാക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പൊട്ടുകടലയാണ് ചേർക്കുന്നത്. മിക്സറിനകത്തൊക്കെ ചേർക്കുന്ന പൊട്ടുകടലയുണ്ടല്ലോ, അത് ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം തരിയില്ലാതെ നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പൊടിച്ചതിന് ശേഷം ഇത്ര അളവ് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റുക. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഈ പൊടി ഒന്ന് കലക്കിയെടുക്കണം.
പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. തരികളൊന്നും വരാൻ പാടില്ല. തരികളൊക്കെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കറിയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു അഭംഗിയാണ്. ഇത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നോക്കൂ, തരികളൊന്നും തന്നെ ഇല്ല. ഇനി കറി നല്ലവണ്ണം വെട്ടി തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇപ്പോൾ മൊത്തത്തിൽ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഇതൊന്ന് വെട്ടി തിളയ്ക്കട്ടെ. ഇനിയിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പിൻ്റെ കുറവ് കുറച്ചുണ്ട്, ഉപ്പൂടെ ചേർക്കാം. ഇനി നല്ലവണ്ണം വെട്ടി തിളച്ച് ഒരു 2 മിനിറ്റ് നേരം മതിയാകും. ആ സാമ്പാർ പൊടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആകണം. അതുപോലെ തന്നെ പുട്ടുകടലയൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് ഒരല്പം ഒന്ന് കുറുകി കിട്ടും. ഒരുപാടൊന്ന് കട്ടിക്കൊന്നും കുറുകത്തൊന്നുമില്ല. നല്ല കട്ടിക്കായിട്ട് ഇത് വേണം, ഈ കറി വേണമെന്നുള്ളൊരു 1/2 ഗ്ലാസ് വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. ബാക്കി അളവെല്ലാം അതേപോലെ നിലനിർത്തുക. ഒരു 2 മിനിറ്റ് തിളപ്പിക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ 1 മിനിറ്റ് സമയത്താണ് ഞാൻ പറഞ്ഞൊരു സ്പെഷ്യലായിട്ടൊരു പൊടി ചേർക്കുമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ഗരം മസാല. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം നമ്മൾ വീട്ടിലെ പൊടിച്ച പൊടിയാണ്, അത് ചേർക്കുക. ഒരല്പം മാത്രം ഈ ഒരളവിന് ചേർക്കുക. നമ്മളവർക്ക് സാമ്പാർ പൊടിയുടെ കൂടി ഇത് മാച്ചായി പോവോ ഇല്ലയോ എന്നൊരു ഡൗട്ട് വരും. നല്ല ടേസ്റ്റാണ്. വളരെ കുറച്ച് മാത്രം അവസാനമായിട്ട് ചേർക്കണം. ഇനി 1 മിനിറ്റ് നേരം കൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി. നമ്മളിത് ആദ്യമേ ചേർക്കുവാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങ് തിളച്ചങ്ങ് കുറയും. തീ ഒരല്പം കുറച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ കറി കുറുകാനായിട്ട് തുടങ്ങി വന്നിട്ടുണ്ട്. ഇത് ആറി കഴിയുമ്പോൾ കുറച്ചുകൂടി പാകത്തിന് കട്ടിയായിക്കോളും. ഇനി ഇതിൽ പ്രധാനമായിട്ട് ചേർക്കേണ്ട ഒരു ഐറ്റം കൂടിയുണ്ട്. ഇത് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒന്നുകൂടി ടേസ്റ്റ് ആകുന്നത്. മല്ലിയില സ്കിപ്പ് ചെയ്യരുത്, മല്ലിയില ചേർക്കുക. കുറച്ച് സെക്കൻഡ് നേരത്തേന് ഒന്ന് തിളച്ചോട്ടെ. ആ മല്ലിയില ഒന്ന് വാടി വന്നോട്ടെ. ആ തക്കാളിയുടെ പുളിയൊക്കെ ഇതിന് പാകത്തിനുള്ള രീതിയിലാണ്. ഇത് കറി ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേന് ഒരല്പം കൂടി, അതായത് പാകത്തിന് കുറുകും, ഒരുപാട് കട്ടിയാകാതെ കുറുകി കിട്ടുകയും ചെയ്യും. കടുക് ഇതിൽ താളിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇഡലിക്കും ദോശയ്ക്കും മാത്രമല്ല, ചോറിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു കറിയാണ്. ഇതാ മല്ലിയില ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യണം. പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഇഡലിക്കും ദോശയ്ക്കും ചോറിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.